ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അമ്പലത്തിലെ വീഡിയോ ആണ്. അമ്പലത്തിൽ പോവാനായിട്ടൊക്കെ റെഡി ആവുകയാണ് എന്ന് പറഞ്ഞാൽ അത് കള്ളാവും. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ 3 ദിവസമായിട്ട് ഉത്സവം നടക്കുവാണ്. അപ്പം ഇന്നലെയും ഇന്നും നാളെയും 3 ദിവസത്തെ ഉത്സവമാണ്. അപ്പം ഇന്നലത്തെ വീഡിയോ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോയും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നത് ധനുഷാണ്. അതിൻ്റെയാണ് ഈ കാണിക്കുന്നത്. എന്താ ഷൂട്ട് ചെയ്തത്? ചെണ്ടമേളം ഉണ്ടായിരുന്നു, നാദസ്വരം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നാളത്തെ വീഡിയോ അതിമനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. നാളെ താലപ്പൊലിയൊക്കെ ഉള്ള വീഡിയോ ആണ്. നാളെയാണ് അമ്പലത്തിലെ ലാസ്റ്റ് ദിവസത്തെ ഉത്സവം. അപ്പോൾ അതിന് പിന്നെ ഘോഷയാത്രയെ കൊണ്ട് വളരെ നല്ല വീഡിയോ ആയിരിക്കും. അപ്പോൾ കണ്ണാ, നാളത്തെ വീഡിയോ എനിക്കൊന്ന് നന്നായിട്ട് ഷൂട്ട് ചെയ്തൊക്കെ തരണേടെ കണ്ണാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം കാണിച്ചു തരാം. എന്താണെന്നറിയോ? കണ്ട ക്രിസ്മസ് ട്രീ, ധനുഷിൻ്റെ ക്രിസ്മസ് ട്രീ കണ്ടോ? ഞാനത് കുറച്ച് അടുത്ത് കാണിച്ചു തരാം. ഇതാണ് ധനുഷ് ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ. ഇതെൻ്റെ പൂക്കൾ, ഇതെൻ്റെ ലൈറ്റിംഗ് ഡെക്കറേഷൻ. എങ്ങനെയുണ്ട് ധനുഷിന്റെ ക്രിസ്മസ് ട്രീ? ഈ ക്രിസ്മസ് ട്രീ 50 ലൈക്സ് വേണം. 50 ലൈക്സ് ആക്കൂ ഈ ക്രിസ്മസ് ട്രീക്കാ. 50 ഫുട്ടിന്റെ എന്റെ പാവപ്പെട്ട കുഞ്ഞിന്റെ കൊച്ചു ക്രിസ്മസ് 500 ലൈക്സ് അല്ലേ? എൻ്റെ മോൻ്റെ ചെറിയ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മേടിച്ച്, ഇത് 2 വർഷം കണ്ട് പഴക്കമുള്ള ഒരു ക്രിസ്മസ് ട്രീ. ഇത് കണ്ട, അപ്പോൾ എല്ലാവരും വീഡിയോ കാണും. വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം എല്ലാം കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഉത്സവത്തിൻ്റെ 1-ാം ദിവസമാണ്. 1-ാം ദിവസത്തെ വൈകിട്ടത്തെ ഭഗവതി സേവയാണ്. ഭഗവതി സേവ നടക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ത്രീകളെല്ലാവരും അവിടെ മുന്നിലിരുന്നിട്ട് ലളിതാ സഹസ്രനാമം ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. 3 ദിവസത്തെ ഉത്സവമാണ്. ഇന്നിപ്പോൾ രാവിലെ തൊട്ടേ തുടങ്ങി. എനിക്ക് രാവിലെ വരാൻ പറ്റിയില്ലായിരുന്നു, അതുകൊണ്ടാണ് വൈകുന്നേരത്ത് അത് ഷൂട്ട് ചെയ്യുന്നത്. ചെണ്ടമേളക്കാർ, അത് കണക്ക് ഞാൻ ഈ ചിങ്കാരിമേളം എന്ന് പറയാനായിട്ടങ്ങ് മറന്നുപോയി. അത് ഞാൻ എപ്പോഴും മറന്നുപോകും, ആ ചിങ്കാരിമേളം എന്നുള്ള വേർഡ്. ഞാനപ്പോൾ ഒന്ന് പോസ് എടുത്തിട്ട് ധനുഷിനോട് ചോദിക്കുമായിരുന്നു അത് എന്തുവായിരുന്നു, ചെണ്ട കൊട്ടുന്ന അതിന് എന്തുവാ പറയുന്നതെന്ന്. അപ്പോൾ ധനുഷ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരുമായിരുന്നു, അമ്മ അത് ചിങ്കാരിമേളമാണെന്ന്. എന്നെക്കാട്ടി ധനുഷിനറിയാം, അവനത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എടുക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീടുകളിൽ വന്നിട്ടല്ലേ ഉത്സവത്തിന് പറയെടുക്കുന്നത്. പക്ഷേ ഇവിടെ അമ്പലത്തിൽ വെച്ചിട്ടൊക്കെ തന്നെയാണ് പറയെടുക്കുന്നത്. 3 ദിവസത്തെ ഉത്സവമാണ്. അപ്പം ചെണ്ടമേളക്കാർ, ചിങ്കാരിമേളക്കാർ, പിന്നെ സ്പെഷ്യൽ തിരുമേനിമാർ, ഇവരൊക്കെ നാട്ടിൽ നിന്ന് വരും. ഇത് ഞങ്ങളുടെ കൊടിയേറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി 3 ദിവസം ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ തന്നെയായിരിക്കും. അമ്പലത്തിൽ രാവിലെ തൊട്ടേ ഭക്ഷണം എല്ലാം ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചക്കലത്തെ ഭക്ഷണമുണ്ട്, രാത്രിയിലത്തെ ഭക്ഷണമുണ്ട്. 3 നേരത്തെ ഭക്ഷണവും അമ്പലത്തിലുണ്ട്. പക്ഷേ ഞാൻ എല്ലാ പ്രാവശ്യവും വൈകുന്നേരത്തോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും ഒരു നേരെ ഞാൻ വരാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും വൈകുന്നേരത്താണ് വന്നത്. അപ്പോൾ ഭഗവതി സേവ കഴിഞ്ഞിട്ട് ചെണ്ടമേളം, അങ്ങനെ ശിങ്കാരിമേളക്കാരിങ്ങനെ ഡാൻസൊക്കെ ചെയ്താൽ പിന്നെ ശിങ്കാരിമേളം കൊട്ടുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് അങ്ങനെ ഒരുപാട് ഡാൻസ് ചെയ്തൊക്കെ കൊട്ടുന്നതും പല ഐറ്റംസ് അല്ലേ. ഞങ്ങൾ നാട്ടിൽ ഉത്സവമൊക്കെ കൂടിയിട്ട് കുറേ വർഷങ്ങളായി. ധനുഷിന് നാട്ടിലെ ഉത്സവം എന്താണെന്ന് പോലും അറിയത്തില്ല, അവന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഈ വർഷം വിഷുവിന് നാട്ടിൽ പോകണമെന്നുണ്ട്. വിഷുവിന് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ 1 ദിവസത്തെ ഉത്സവമുള്ളൂ. അതിങ്ങനെ ഘോഷയാത്രയൊന്നുമില്ല. അതൊക്കെ ദൂരോട്ടുള്ള അമ്പലങ്ങളിലൊക്കെ ഉള്ളൂ. ഞങ്ങൾ അടുത്ത അമ്പലങ്ങളിലൊന്നുമില്ല. ഞങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവമൊക്കെ മാർച്ചില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് നാട്ടിൽ പോകാനും പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഭഗവതി സേവയൊന്ന് തൊഴാം.
ഇത് രണ്ടാമത്തെ ദിവസത്തെ ഉത്സവമാണ്. രണ്ടാമത്തെ ദിവസം ചെറിയ കുട്ടികളുടെ പാട്ട്, ഡാൻസ്, വലിയവരുടെ ഡാൻസ്, പാട്ട്, അങ്ങനെ ഒരുപാട് കലാ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ഭഗവതി സേവയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവതി സേവ തൊഴാനായിട്ടിരിക്കുവാണ്. അപ്പുറത്തെ സൈഡിന് ചെണ്ടമേളം തകർത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അന്നദാനത്തിന് എന്തൊക്കെ സ്പെഷ്യൽ എന്ന് കണ്ടാലോ. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. വന്ന് ഇല്ലക്ക ഊറുന്നതേ ഉള്ളൂ.
അപ്പം അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അത് സ്വെറ്ററൊക്കെ ഇട്ട് എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് വന്നതാണ്. നല്ല തണുപ്പാണ്. മണി 10:30. സൗണ്ടൊക്കെ പോയി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ദേ ഇപ്പോൾ വീട്ടിലെത്തി. ധനുഷ് ഡ്രസ്സൊക്കെ മാറുന്നെന്ന് തോന്നുന്നു. ഭയങ്കര തണുപ്പ് വെളിയിൽ. എൻ്റെ സൗണ്ടൊക്കെ കേട്ടില്ലേ? സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെയും വീഡിയോയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെയാണ് മെയിൻ ഉത്സവം. നാളെ താലപ്പൊലിയുണ്ട്, ഘോഷയാത്രയുണ്ട്, അതൊക്കെയുണ്ട്. അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആയിട്ടായിരിക്കും നാളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇനി വീഡിയോ എങ്ങനെയാവുന്നു എന്നുള്ളത് നാളത്തെ വീഡിയോ വന്നതിന് ശേഷം പറയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് നാളെ കാണുന്നത് വരെ ബൈ. എന്താണ് മകനി? എന്താണ്?